എല്ലാ ആളുകളും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിൽക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ജമാഅത്തുൽ ആഖിർ 21. ഈ 21ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോയ ദിവസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോരിശ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വ്യക്തിത്വമാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഓതി അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞാൽ പ്രവാചകന്മാർ കഴിഞ്ഞതിന് ശേഷം മനുഷ്യ പടപ്പുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വമാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. നബി തങ്ങൾ പറയുകയുണ്ടായി, ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിലോ എൻ്റെ കൂട്ടുകാരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലോ വെച്ച് കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിക്കാണ് ഏറ്റവും കനം തോടുക എന്ന് സയ്യിദുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങൾ സിദ്ദീഖിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് അറിയുമോ? അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നെ കൊണ്ട് ആദ്യം അംഗീകരിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല അവ്വലു മൻ ആമന ബിഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ട് വിശ്വസിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല നാളെ മഹ്ശറ വൻസബിൽ നിന്നിട്ട് പുനർജന്മിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടത്തിൽ വരുന്നത് എൻ്റെ അബൂബക്കറാണ്. പോരാ, നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നതും എൻ്റെ ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ത്യാഗമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വല്ലാത്ത പ്രയാസം നബി തങ്ങൾക്ക് സഹിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി നബി തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുതൽ മുഴുവനോ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. നബി തങ്ങൾ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുതല് എൻ്റെ മുതല ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അതുപോലെ മുതൽ ചെലവഴിച്ച വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുതല് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കയ്യിലുള്ള മുതൽ എങ്ങനെ ഞാൻ ചെലവഴിച്ചിരുന്നത് അതുപോലെ ചെലവഴിച്ചിരുന്നു അബൂബക്കർ തങ്ങളുടെ മുതല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അലിയാർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന താബിഊകൾ ചോദിച്ചു, അഖ്ബറനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അവിടുന്ന് അലിയാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദാഖംറൻ സമ്മാഹുല്ലാഹു സിദ്ദീഖ അലൽ ലിസാൻ ജിബ്രീല വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങളുടെ വലിയ പ്രത്യേകത എന്നുള്ളത് അല്ലാഹു പേര് വെച്ചതാണ് സിദ്ദീഖ്. ഈ സിദ്ദീഖ് പിന്നെ ആരുടെ നാവിലൂടെ വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ കടന്നു വന്നു. അതാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ അബൂബക്കർ സിദ്ദീഖ. അവിടുന്ന് ഈ സിദ്ദീഖ് എന്നുള്ളതായ പേരെന്ന് വരികയാ. എന്തിനാണ് സിദ്ദീഖ് എങ്ങനെ പേര് വന്നതെന്നറിയുമോ? ഇസ്രാ യാത്ര കഴിഞ്ഞ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാം ആകാശം കണ്ടോ, ലോകം കണ്ടോ, അല്ലാഹനെ കണ്ട് അഭിസംബോധന ചെയ്ത് അവിടുന്ന് അതാ മടങ്ങി വരുന്ന സമയത്ത് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ജനങ്ങളോട് പറയണം നബിയേ, ജനങ്ങളോട് പറയണം, നിങ്ങളുടെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയെ സംബന്ധിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ യാത്ര ആരെങ്കിലും എന്റെ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അതാ ജിബ്രീൽ പറയുകയാണ്, ഇന്ന ഖൗമി യസ്തഖിനി, എന്റെ സമൂഹം എന്നെ അംഗീകരിക്കുമോ ജിബ്രീലേ, ഞാൻ കള്ളനാണെന്ന് പറയൂലേ ജിബ്രീലേ. ഇതങ്ങ് കേട്ട സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യുസദ്ദിഖുക അബൂബക്കർ, ആര് നിങ്ങളെ കള്ളം പറഞ്ഞാലും കള്ളനാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കർ ഉണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെ വാസ്തവമാക്കുന്നതാ. അവിടുന്ന് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, വഹുവ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ, സത്യം മനസ്സിലാക്കുന്ന ആളാ, സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാ എന്ന പേര് വരികയാ. മാത്രമല്ല ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? എല്ലാ നന്മയിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നില്ല എന്നാ. എല്ലാ നന്മയിലും അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അല്ലയോ സഹാബ, ഇന്ന് ആരെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം സഹാബികളോട് ചോദിച്ചപ്പോ ഓരോരോ സഹാബികളും പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. പാവപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശരീരത്തിനോട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് നോമ്പെടുക്കണ്ട, എനിക്കും ഇന്ന് നോമ്പില്ല നബിയേ, ഇന്ന് എനിക്ക് നോമ്പില്ല. അവിടുന്ന് അതാ പാവപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് നോമ്പിന്റെ നിയ്യത്തോടു കൂടെയാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. എനിക്ക് ഇന്ന് നോമ്പുണ്ട് നബിയേ, എനിക്ക് ഇന്ന് നോമ്പുണ്ട് നബിയേ എന്ന് പറയുകയാ. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, യാ സഹാബ, ഇന്ന് ആരെങ്കിലും ലോക സന്ദർശനം നടത്തിയോ? ഇന്ന് ആരെങ്കിലും ലോക സന്ദർശനം നടത്തിയോ? സുബഹി ജമാഅത്തിന് വന്ന ആളുകളാണ് ചോദിക്കുന്നത്, സഹാബ, ഇന്ന് ആരെങ്കിലും ലോക സന്ദർശനം നടത്തിയോ സഹാബ? അവിടുന്ന് അതാ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഇപ്പോഴല്ലേ നേരം വെളുത്തത്, എങ്ങനെ ലോക സന്ദർശനം നടത്താനാണ്? ഇതങ്ങ് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളാണ് ലോക സന്ദർശനം നടത്തിയിട്ടില്ല. നേരം പുലർന്നതിന് ശേഷം സാധാരണ ഞങ്ങൾ ചെയ്യാറുള്ളത്. അവിടുന്ന് അതാ പാവപ്പെട്ടതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇന്നലെ ലോകശൈലിയിൽ കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഞാനങ്ങ് അറിഞ്ഞ സമയത്ത് ഇന്ന് ജമാഅത്തിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ വന്നത്, ആദ്യമായി ഞാൻ പോയത് അബ്ദുല്ലാഹ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്. ലോക സന്ദർശനം നടത്തിയിട്ടുണ്ട് നബിയേ, ലോക സന്ദർശനം നടത്തിയിട്ടുണ്ട്. രണ്ട് ക്വാളിറ്റി ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ എന്നായിരുന്നു ഉത്തരം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ സഹാബ, യാ സഹാബ, സഹാബ, ഇത് ആരെങ്കിലും പാവപ്പെട്ട മിസ്കീനായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സഹാബ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരം കൊടുത്തിട്ടുള്ളല്ലോ, എങ്ങനെ ഞങ്ങൾ മിസ്കീനെ സഹായിക്കാൻ എങ്ങനെയാ? കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്നാൽ
സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? ഞാൻ ഇന്ന് രാവിലെ പുലർച്ചെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഫഖീർ ഭക്ഷണമുണ്ടോ എന്നോട് ചോദിച്ചു. ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാം, അപ്പോൾ നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിട്ട് ഒരു പത്തിരി കഷ്ണം വായ്പ വാങ്ങുകയാ, കടം വാങ്ങുകയാ. അവിടുന്ന് രാവിലെ തന്നെ ഈ പാവപ്പെട്ടതായ ഫഖീറായ മനുഷ്യനിക്ക് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദഖ നൽകി. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോഴേക്കും അതേ എന്നായിരുന്നു നബി തങ്ങളെല്ലാം അറിഞ്ഞ രൂപത്തിലായിരുന്നു പ്രതികരിച്ചത്. അവിടുന്ന് അതാ ഈ 3 കാര്യങ്ങളും ആരെങ്കിലും നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ക്വാളിറ്റി ഒരാളിൽ ഉണ്ടായാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബക അബൂബക്കർ സിദ്ദീഖ്. ഇതെന്ന് കേട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് ചെയ്തിരുന്നത്. മുഅ്മിനീങ്ങളെ, ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നന്മയുടെ വിഷയത്തിൽ ഒരാൾക്കും തന്നെ കവച്ചു വെക്കാൻ പറ്റൂല എന്ന് എപ്പോഴും തോന്നിയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇതിലെങ്കിലും എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്മയുടെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യും? കവച്ച് കടക്കുമെന്ന് കരുതിയിരുന്നു. ഓരോ പ്രവർത്തനങ്ങൾ വെക്കുമ്പോഴും മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാണ്. അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് എനിക്ക് ഓതി തന്നത് അതുപോലെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓത്ത്. അതുകൊണ്ട് ആ ഓത്തിനെ നല്ല ശ്രവണപടത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ഓതി പഠിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളോട്. ആരോടൊക്കെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ചെയ്തു എന്നാ. അങ്ങനെ എന്ത് ചെയ്തു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് ഓടിപ്പോവുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഓതിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് എനിക്ക് ഓതി കേൾപ്പിച്ചത് അതുപോലെ അങ്ങയുടെ ഓത്തും അങ്ങനെയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. ആ നല്ലൊരു വാർത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. വഴിമധ്യേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. വിവരം മനസ്സിലായി. ഈ ഒരു സന്തോഷ വാർത്തയും നീ പറഞ്ഞു കൊടുത്തില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടുന്ന് അതാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക ലസഫാഖും ബിൽ ഖൈർ, ഈ നന്മയും എന്നെക്കാളും നീ മുൻകടന്നുവല്ലേ അബൂബക്കറേ, ഈ നന്മന്റെ വിഷയത്തിലും എന്നെക്കാളും നീ മുന്നെടുത്തുലേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. നന്മന്റെ വിഷയത്തിൽ അവർ രണ്ടാളും മത്സരിച്ച് നന്മ ചെയ്തിരുന്നു എന്ന ചരിത്രം പറയുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയിട്ട് സ്വതക്ക എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച് എല്ലാ ആളുകളും പറഞ്ഞു. ഓരോ സഹാബികൾ ഓരോന്ന് കൊണ്ടുകൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന സഹാബികളോട് പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഞാൻ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോണത്. ഒരു പന്തയം വെച്ചിരുന്നു. അവർ ആത്മീയ വിഷയത്തിൽ അവരെന്ത് ചെയ്യുന്നു? ഒരു പന്തയം വെച്ചു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുകൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. മാ ബഖീത ലി അഹ്ലിക, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ കുടുംബത്തിൽപ്പെട്ട ബാധ്യക്കൊക്കെ എന്തെങ്കിലും നീ അവിടെ വെച്ചിട്ടുണ്ടോ, ശേഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയുമോ? മിസ്ലുഹു യാ റസൂലല്ലാഹ്, ഇത്
ഇതുപോലെ എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. ഞാൻ കയ്യിലുള്ളത് ഇതുപോലെ എൻ്റെ വീട്ടിൽ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. പോയപ്പോൾ അറിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് ധാരണ ഉണ്ടായിരുന്നു ഇസ്ലാമിന് കൊടുത്ത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഒന്നുമില്ല എന്നുള്ള നിലക്ക് പകുതിയിൽ എന്ത് ചെയ്തു വീട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ചു. അങ്ങനെയാണ് പാവപ്പെട്ടതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരികയാണ്. വരാൻ മടിയുണ്ട്. കയ്യിലൊന്നും കാണേണ്ട രൂപത്തിലൊന്നുമില്ലല്ലോ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ ചാരത്ത് വന്നുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. ഒരു കയ്യിലത് കവർ കൊടുക്കുകയാണ്. അവിടുന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, മാ ബഖീത ലിഅഹ്ലിക യാ അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും എടുത്തു വെച്ചിട്ടുണ്ടോ? അവിടുന്ന് അതാ പാവപ്പെട്ടതായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയുമോ? അല്ലാഹു വറസൂലുഹു, എൻ്റെ വീട്ടിൽ ഇനിയുള്ളത് എൻ്റെ അല്ലാഹും എൻ്റെ റസൂലും മാത്രമാണ്, ബാക്കിയുള്ളതൊന്നും എൻ്റെ വീട്ടിലുള്ള നബിയേ. ഇതന്ന് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചാടിയിട്ട് പറയുകയാണ്, അല്ലാഹ ലഅസ്ബിതന്ന ലഅബൂബക്കറിൻ അബദാ. എനിക്ക് കാലാകാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നന്മയുടെ വിഷയത്തിൽ കവച്ചു വെക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതായത് എടുത്തു വെക്കാതെ കൊണ്ടുകൊടുത്തു. എടുത്തു വെക്കാൻ ഒന്നുമില്ല, അതിനാണല്ലോ ക്വാളിറ്റി ഉള്ളത് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലാകാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് എത്താൻ കഴിയൂല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. വല്ലാത്ത പോരിശയുള്ള ഒരുപാട് മഹത്വം നിറഞ്ഞ വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേലെ യാസീൻ സൂറത്ത് ഓതുക, ഇഖ്ലാസ് ഓതുക, മുഅബ്ബദത്തിന് അവർക്ക് ബർക്കത്തിന് വേണ്ടി തവസ്സുലാക്കി ദുആ ചെയ്യുക. എന്തിനു വേണ്ടി? നമ്മളൊന്നാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഇവിടെ പറഞ്ഞതിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. കുടുംബത്തിനും കുടുംബത്തിൽ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. മരുന്നില്ലാത്ത രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് ട്യൂമറിനെ തൊട്ട് ഹട്ടാക്കിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ, ലിവർ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ അസുഖം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും മഹല്ലത്തിലുള്ളവർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കീറി മുറിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ആ അത്തരം മാറാവ്യാധി രോഗത്തിൻ്റെ കണിക ഞങ്ങളുടെ ശരീരങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ ഉണ്ടെങ്കിൽ റബ്ബേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നീ കനിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിലും ഹാഫിദീങ്ങളിലും ആലിമീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാടിനും നാട്ടുകാർക്ക് ഉപകാരപ്പെടുത്തുന്ന മക്കളാക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബങ്ങളിലായി പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മയുണ്ട്, വാപ്പയായി, വല്യമ്മയായി, വല്യപ്പയായി, ബന്ധുമിത്രാദികളായി. അല്ലാഹുവേ, ഇന്ന് കിടക്കുന്നത് ആറടി മണ്ണിലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ആ പച്ച മണ്ണിനോട് ഞങ്ങൾ ചേരേണ്ടവരാണ് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും ആറടി മണ്ണ് സ്വർഗത്തിൻ്റെ മണ്ണാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളം വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ അഹ്ലുകാൻ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമ്പോൾ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്.
ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ മേഖലയിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, കുടുംബ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാഹ്, നാടുകളുടെ ഓരോരുത്തർക്കും നല്ല മനസ്സ് നൽകണേ അല്ലാഹ്, നല്ല സഹവസിച്ചോടുകൂടെ നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين برحمتك يا أرحم الراحمين إن شاء الله. വരുന്ന വ്യാഴാഴ്ചയാണ് നമ്മുടെ മാസാന്ത മജ്‌ലിസുൻ നൂറും സലാത്ത് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും പങ്കെടുക്കുക, അതുപോലെ സ്ത്രീകളെ വിവരം അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.